കുടുംബത്തിലെ 6 പേരെ നഷ്ടപ്പെട്ട വേദനയിലാണ് ചൂരൽമല സ്കൂൾ റോഡിലെ ഗണേഷും ഭാര്യയും. സഹോദരിയും കുടുംബത്തെയുമാണ് മലവെള്ളപ്പാച്ചിലിൽ ഗണേഷിന് നഷ്ടമായത്. ഈ ദുരന്തം നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് ദുരന്തം നേർക്കുനേർ കണ്ട പലരും നമുക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരാളാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. ഗണേഷ് എന്നാണ് ചേട്ടന്റെ പേര്. ചേട്ടൻ ശരിക്കും സെക്യൂരിറ്റി ജീവനക്കാരനാണ് അല്ലേ? അതെ, ഞാൻ ഫാക്ടറി സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് വീട്ടിന്റെ മുറ്റത്ത് കൂടെ കലങ്ങി വെള്ളം പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഒരു പ്രയാസം തോന്നി, എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിലേക്ക് കയറി ഭാര്യനെ വിളിച്ചു. ഭാര്യ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ എണിപ്പിച്ച് നേരെ കൈ പിടിച്ച് ഞാൻ വലിച്ച് ആ മലിൻ്റെ മുകളിലേക്ക് പോവുമായിരുന്നു. പോകാൻ പറ്റില്ലായിരുന്നു, പക്ഷെ ജീവൻ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അത്രയും വിഷമിച്ചാണ് പോയത്. പിന്നെ ഈ പശുത്ത പൊട്ടലിൽ എൻ്റെ ബന്ധത്തിൽപ്പെട്ടവർ, അളിയനും പെങ്ങളെ മകനും വേറെ കുട്ടികളും എല്ലാവരും ആ വെള്ളത്തിൽ പോയിട്ടുണ്ട്. ആ കുടുംബത്തിൽ ആരും ഇപ്പം ഇല്ല. ആ കുടുംബത്തിൽ ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും ആ വെള്ളത്തിൽ പോയി. ഈ സംഭവം നടക്കുന്ന സമയത്തെ അതായത് ആദ്യം കലങ്ങിയ വെള്ളം വന്നു. അപ്പം ആ മലവെള്ളപ്പാച്ചിലാണല്ലോ ഇപ്പം ബന്ധുക്കളൊക്കെ പോയി. അതെ. ഓക്കെ, അതിന് ശേഷമാണ് പിന്നീട് ഉരുള് പൊട്ടുന്നത്. അതിന് ശേഷമാണ് 2 മണിക്കാണ് പിന്നെ പൊട്ടുന്നത് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് 3 മണി അയക്കുന്നത്. വെള്ളം, മരം, പാറ പോലത്തെ കല്ലുകളും പിന്നെ ചളിയെല്ലാം കൂടെ ഒരു 3 മണിക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിനോട് എത്തുന്നത്. അത് നമ്മൾ ലൈവായി കാണുകയാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു പ്രയാസം തോന്നി. ഭാര്യ ഇപ്പം ഓക്കെ ആണോ? ഭാര്യ ഓക്കെയാണ്. ഭാര്യൻ്റെ കാലിലൊക്കെ പരിക്കുണ്ട്. ഒന്നാം നടക്കാനൊക്കെ ലേശം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് പിന്നെ നമ്മൾ വീടുമില്ല, സ്ഥലവുമില്ല, ഒന്നുമില്ല. ഈ കാലം വരെ സമ്പാദിച്ചു കൂട്ടിയ മുതൽ കംപ്ലീറ്റ് എല്ലാം പോയി. അപ്പോൾ ഉള്ളത് നമ്മളെ ജീവൻ മാത്രമേ ഉള്ളൂ, ശരീരവും ജീവൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് ചേട്ടൻ്റെ അനിയനും അങ്ങനെ ആരൊക്കെ മരിച്ചെന്ന് അട്രാക്ഷൻ? അളിയൻ, പെങ്ങളെ മകൻ, മരുമകള്, അവരെ പേരക്കുട്ടികളും മരിച്ചു. ആ കുടുംബത്തിൽ ഇപ്പോൾ ചേട്ടൻ മാത്രമേ ഉള്ളൂ? ആ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. ചേട്ടന്റെ മക്കളുമൊക്കെ എവിടെയാ? എൻ്റെ മക്കള് അവര് മാനന്തവാടിയാണ്. അവര് മഴ മുറിയുന്നു കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു വെച്ചു, ഇവിടെ മഴ മുറുകുന്നുണ്ട്, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളി. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു. ഇവിടെ ക്യാമ്പിലാണ്. ഇത്തരത്തിൽ നിരവധി ജീവിതങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. ഇപ്പം ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ ഈ ദുരന്തത്തിൽ ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത്. അതുപോലെ തന്നെ മക്കളുമുണ്ട്. ബാക്കി ചേട്ടൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ, അതായത് പെങ്ങള്, അതുപോലെ അവരുടെ ഭർത്താവ്, മക്കള് ഒക്കെ തന്നെ ഈ ഉരുൾപൊട്ടലിൽ ആദ്യം വന്ന മലവെള്ളപ്പാച്ചിലിൽ ഒഴിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചേട്ടനും ഭാര്യയും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. ചെറിയ രീതിയിലുള്ള പരിക്കൊക്കെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ജീവൻ തിരിച്ചു കിട്ടിയ ഒരു ആശ്വാസത്തിലാണ് ഇരുവരും. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. ചൂരൽമല സ്കൂൾ റോഡിലെ ഗണേശൻ എന്ന വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സംഭവിച്ച വലിയ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷഹദ് റഹ്മാനോട് പറഞ്ഞത്. താനും ഭാര്യയും മാത്രമാണ് ഇപ്പോൾ ആ കുടുംബത്തിൽ ബാക്കിയുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കൾ ആ നാട്ടിലല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ബാക്കി നിരവധി പേരാണ് ഈ ദുരന്തത്തിനിരയായത്. ഭാര്യയുടെ സഹോദരൻ, അതുപോലെ തന്നെ മരുമകൻ, പേരക്കുട്ടികൾ, ഇവരെല്ലാവരെയും നഷ്ടപ്പെട്ടു എന്നാണ് ഗണേഷ് പറയുന്നത്. എസ് വിജയകുമാർ ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. വിജയകുമാർ, ഈ പുഞ്ചിരിമഠത്തിലെ പരിശോധന ഏത് രൂപത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്? നേരത്തെ ശ്രീകാന്തിനോട് അവിടെ വീടുണ്ടായിരുന്നൊരു വ്യക്തി പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ വീടടക്കം 100ഓളം വീടുകൾ അവിടെ ഉണ്ടായിരുന്നു, 500ഓളം പേർ അവിടെ താമസിച്ചു വന്നിരുന്നതാണ്, അവരെപ്പറ്റി ഒന്നും വിവരമില്ല എന്ന്. അപ്പോൾ പുഞ്ചിരിമഠം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് മോശം വാർത്തകൾ നമ്മെ കാത്തിരിക്കുകയാണോ? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ വിജയകുമാർ? വേണു, പുഞ്ചിരിമട്ടത്തിന്റെ ടോപ്പ് സ്റ്റേഷനിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സുരക്ഷിതരായിരുന്നു. അവർക്ക് കുറെ കൂടി ഉയരത്തിലേക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മനുഷ്യരാരും കുടുങ്ങിക്കിടക്കുന്നില്ല, അതുപോലെ ചെളിക്കൂമ്പാരത്തിൽ ആളുകളില്ല എന്ന് സൈന്യം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലിയർ ചെയ്ത ഒരു ഭാഗം, രക്ഷാപ്രവർത്തകർക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞ ഒരു ഭാഗം പുഞ്ചിരിമട്ടത്തെ അതിന്റെ ഏറ്റവും ടോപ്പിലെ ഭാഗം തന്നെയാണ്. എന്നാൽ അതിന് താഴ്വാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉള്ളത്. അവിടെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ 100-ലധികം വീടുകൾ ഉണ്ടായിരുന്നു. അതിൽ പലരെയും പറ്റി ഒരു വിവരവുമില്ല. അപ്പോ അവർക്ക് എന്ത് സംഭവിച്ചു? അപ്പൊ അതിൽ യഥാർത്ഥ പ്രശ്നം അതിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ കുത്തൊഴുക്കിൽപ്പെട്ട ദൂരേക്ക് പോയിട്ടുണ്ടാവുക അതിന്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നവർ തന്നെയാകാം. അപ്പോൾ അവർ ഒരു പക്ഷേ വേറെ എവിടെയെങ്കിലും മൺകൂമ്പാരത്തിൽ പെട്ടിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ അവർക്ക് ഈ ചാലിയാറിലേക്കൊക്കെ അവർ ഒഴുക്കിലെത്തിയിട്ടുണ്ടാവാം. ചിലർക്ക് എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടാകാം, അങ്ങനെ കര കയറിയിട്ടുണ്ടാകാം.
ചിലപ്പോൾ ക്യാമ്പുകളിൽ ഉണ്ടാകാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 1600ഓളം ആളുകൾ പല പല മേഖലകളിൽ നിന്നായി ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാഥമിക കണക്ക്. അപ്പോൾ അത്രയും ആളുകളുടെ കൂട്ടത്തിൽ ഇവരിൽ ചില കുടുംബങ്ങളും ഉണ്ടാകാം എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഇപ്പൊ ചാലിയാറിൽ എത്രയോ മൃതദേഹം നമ്മൾ കാണുന്നുണ്ട്. തിരിച്ചറിയാനാവാത്ത വിധം ഛിന്ന ഭിന്നമായതും അല്ലാത്തതുമൊക്കെയായി എത്രയോ മൃതദേഹം കുഞ്ഞുങ്ങളുടേതടക്കം നമ്മൾ കാണുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ കുറെ അധികം ആളുകൾ അങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ചാലിയാറിലേക്കുള്ള ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. ചിലർ താഴെ ഈ പറയുന്ന മുണ്ടക്കൈ മേഖലയിലെ താഴെ ഭാഗത്തോ ഒക്കെ മൺകൂമ്പാരത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. അപ്പോൾ 2-3 സാധ്യതകളാണുള്ളത്. ഒന്ന്, അവര് അപകടത്തിൽ ചാലിയാറിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ ഏതോ മൺകൂമ്പാരത്തിൽ ഈ മുണ്ടക്കൈ മേഖലയിലൊക്കെ പെട്ടിട്ടുണ്ടാകാം. അതിൽ ഒരു വലിയ വിഭാഗത്തിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ പറ്റിയിട്ടുണ്ടാകാം, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാം. അങ്ങനെ പല സാധ്യതകളുണ്ട്. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്, പുഞ്ചിരിമട്ടത്ത് സംഭവിച്ചത് എന്നതിൽ നമുക്ക് ഇനിയും കുറെ കൂടി വ്യക്തതയാർന്ന വിവരങ്ങൾ വേണം. തൽക്കാലം നമുക്ക് രക്ഷാദൗത്യ സംഘം നൽകുന്ന വിശദീകരണത്തിൽ മാത്രമേ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയൂ. നമ്മളുടെ ഒരു അനുമാനം, അതിന് ടോപ്പിലുണ്ടായിരുന്നവർക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. താഴേക്ക് വരുന്നതിനനുസരിച്ച് ഈ കുത്തൊഴുക്കിൽ പെട്ടിട്ടുണ്ടാകാം വലിയൊരു വിഭാഗം എന്നാണ് നമ്മൾ കരുതുന്നത്. വീടുകളിലൊക്കെ ആളുകളുണ്ടോ എന്ന് നമുക്ക് ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടു കൂടിയൊക്കെ അറിയാൻ കഴിയും. ഈ ഡെഡ് ബോഡി ആരെങ്കിലും ഒക്കെ മൃതദേഹങ്ങളുടെ കൂടെ അവിടെ ഉള്ളവർ അങ്ങനെ പെട്ടുപോയിട്ടുണ്ടോ, ജീവനറ്റ ആളുകൾ വീട്ടുകളിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിന്റെ ഒരു വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കും ദൗത്യ രക്ഷാപ്രവർത്തകരിൽ നിന്ന്. ഇനിയും അവിടെ കാണുന്നില്ല, ആളുകളെ കിട്ടുന്നില്ല, ആളുകളെ കാണുന്നില്ല എങ്കിൽ അത് ഒരു ഡെഡ് ബോഡി കൂടി ഇപ്പോഴിതാ എന്റെ മുന്നിലൂടെ അവിടേക്ക് പോവുകയാണ്. വേണോ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നിരവധി കാഴ്ചകൾ ഇന്ന് വന്ന ശേഷം കാണുകയാണ്. ഇപ്പോഴിതാ ഒരു ഡെഡ് ബോഡി കൂടി മുണ്ടക്കൈ മേഖലയിൽ നിന്നാവണം അവിടുന്ന് ദൗത്യ രക്ഷാപ്രവർത്തനത്തിന് പോയവരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ഇപ്പോൾ ആ പാലത്തിലൂടെ, താൽക്കാലിക പാലത്തിലൂടെ കടത്തി ആംബുലൻസിലേക്ക് കൊണ്ട് അക്കരെ ആംബുലൻസും തയ്യാറാണ്. ഈ വാഹനത്തിന്റെ ഹോൺ കേൾക്കുമ്പോൾ നമുക്ക് നെഞ്ചിൽ ഒരു ആളലാണ്, ഒരു ആന്തലാണ്, എന്തോ വലിയത് സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഓരോ തവണയും ആ ഹോൺ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ ആദ്യം കാണുന്നത് ഈ വാഹനത്തിന്റെ പിന്നിലേക്ക് ഇങ്ങനെ കിടക്കുന്ന 2 കാലുകളാണ്. അപ്പോൾ ഈ കാഴ്ച നമ്മൾ ഉറങ്ങാൻ കിടന്നാലും നമ്മളുടെ കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും 2 കാലുകൾ. യഥാർത്ഥത്തിൽ ആ കാലുകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് നോക്കാൻ കഴിയില്ല. നേരത്തെ പോയത് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെതായിരുന്നു, ഇപ്പോൾ എല്ലാത്തിനും തൊട്ട് മുമ്പ് ഒരു കുട്ടിയുടേതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാനോ കാണാനോ പറ്റാത്ത തരത്തിൽ ഉള്ള കാഴ്ചകളാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് വരുന്നത്. ഓരോ ഹോണും ആ പ്രത്യേക ജീപ്പിന്റെ ഒരു പിക്കപ്പ് വാൻ പോലെയുള്ള ഒരു വാനാണ്. അപ്പൊ അതിന്റെ ഓരോ ഹോൺ കേൾക്കുമ്പോഴും നമ്മൾ വലിയ ആന്തലോടെയാണ് തിരിഞ്ഞു നോക്കുന്നത്. ആ സമയത്ത് നമ്മൾ കാണുന്നത് ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന 2 കാല് മാത്രമാണ്. അപ്പോൾ പിന്നീട് ഈ കമ്പിളിയിൽ പൊതിഞ്ഞ ഒരു ശരീരവും. അപ്പൊ അത് കുറെ ദിവസമായി, കുറെ മണിക്കൂറുകളായി നമ്മൾ ആ കാഴ്ച കാണുകയാണ്. ഇന്നിപ്പോ അത്തരം കാഴ്ചകൾ രാവിലെ കുറച്ച് കുറവായിരുന്നു. ഇപ്പോഴത്തെ ഓരോ അരമണിക്കൂർ 1 മണിക്കൂർ ഇടവേളകളിൽ അവിടെ നിന്ന് മുകളിൽ നിന്ന് മൃതദേഹം താഴേക്ക് രക്ഷാപ്രവർത്തകർ കൊണ്ടുവരുന്നു, ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഇതൊക്കെ ചേർത്തിട്ടാണോ നമ്മളുടെ ഈ മരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കെന്നറിയില്ല. പക്ഷേ നാട്ടുകാർ പറയുന്നത് അതൊന്നും ചേർത്തിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇതിൽ വേണു ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവര്, അതുപോലെ ഇവിടെയുള്ള നാട്ടുകാർ, അവര് നൽകുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പുറത്ത് നമുക്ക് പറയാൻ ഭയമുണ്ടാക്കുന്ന കണക്കാണ്. അപ്പോൾ നമ്മൾ ഞെട്ടുന്ന കണക്കാണ്, നമ്മൾ തകിടം മറിഞ്ഞു പോകുന്ന കണക്കാണ്. അപ്പൊ അവര് ഈ പറയുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ പോവുകയും അവിടെയുള്ള ആളുകളെ വ്യക്തിപരമായി അറിയുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവർ പറയുന്നത് ഈ ആളുകളൊന്നും അവിടെ ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ക്യാമ്പുകളിലില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവർ തിരികെ വരുമോ, ക്യാമ്പുകളിൽ എവിടെങ്കിലും ഉണ്ടോ, ആശുപത്രിയിലുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഇല്ലാത്തവരെ ഇവർ ഇല്ല, അവർ ജീവനോടെ ഇല്ല എന്ന ലിസ്റ്റിൽ അങ്ങ് പെടുത്തുകയാണ്. നമുക്ക് അങ്ങനെ ഉൾപ്പെടുത്താനൊന്നും കഴിയില്ല. എങ്കിലും അതിൽ കുറെ പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ എന്ന ആശങ്കാജനകമായ ചോദ്യം നമ്മളുടെ മനസ്സിലും ഈ ദിവസങ്ങളിൽ ഉയരുന്നുണ്ട്. എന്തു തന്നെയായാലും അത് ഔദ്യോഗികമായി സർക്കാർ ഏജൻസികൾ സ്ഥിരീകരിക്കട്ടെ, അവർ പറയട്ടെ. അവർ പറയുന്നവരെ നമുക്ക് തൽക്കാലം സർക്കാർ ഏജൻസികൾ നൽകുന്ന വിവരങ്ങളെ മാത്രം ആശ്രയിക്കാം. അതിനപ്പുറത്തേക്ക് ഈ ഘട്ടത്തിൽ മറ്റ് എന്ന് വെച്ചാൽ നാട്ടുകാരൊക്കെ പറയുന്നത് അതിനൊരു ആധികാരിക സ്വഭാവത്തിൽ എടുക്കാൻ കഴിയില്ല. 200-270 ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് പൊതുവെ കേൾക്കുന്നത്. അപ്പോൾ ആ കണക്ക് അതിലും കൂടുമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ റവന്യൂ മന്ത്രിയും അതാണ് പറഞ്ഞത്. റവന്യൂ മന്ത്രിയും അക്കാര്യത്തിലുള്ള ഒരു ഉറപ്പ് അദ്ദേഹവും ഇതിനുമില്ല. അദ്ദേഹം പറയുന്നത് ഈ കണക്കുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം 221 പേരെന്നാണ് പറഞ്ഞത്. ആ 221 പേരിൽ 95 പേരെ ഏതാണ് 100-ലധികം ആളുകളെ പറ്റി, 110ഓളം ആളുകളെ പറ്റി ഇന്നലെ വിവരം കിട്ടി. അപ്പോൾ ബാക്കി ആ ലിസ്റ്റ് കുറഞ്ഞു എന്നാണ് റവന്യൂ മന്ത്രി ഇന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് ഇത് സർക്കാരിന് ലഭിക്കുന്ന പോലീസിലോ
ആരോഗ്യ വകുപ്പിലോ സന്നദ്ധ പ്രവർത്തകരിലോ അല്ലെങ്കിൽ സൈന്യത്തിനോ ഒക്കെ ലഭിക്കുന്ന കാണാനില്ല പരാതികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ്. അതിന് ആ നിലയ്ക്കുള്ള ആധികാരികത മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും ഒന്നും നൽകാനൊന്നും ആ സമയത്ത് ഈ റവന്യൂ അതോറിറ്റീസിനും കഴിയില്ല. അപ്പൊ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ശ്രദ്ധ ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകളിൽ ജീവന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വേഗത്തിൽ തിരികെ എത്തിക്കുക. അതല്ല ഇനിയിപ്പോൾ മരിച്ചു അവര് എന്ന ഉറപ്പെങ്കിൽ അവരുടെ മൃതദേഹം വീണ്ടെടുക്കുക, അത് തുടർ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറുക, ജീവനോടെ ഇരിക്കുന്നവരുടെ അവരുടെ ജീവിതം അത് സാധാരണഗതിയിലാക്കാനുള്ള